ഇന്ന് എനിക്കൊരു മെസ്സേജ് വന്നു, സർ ഞാൻ ആകെ ഒരു പ്രശ്നത്തിലാണ്, എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ എന്താ കാര്യം വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഓക്കെ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, 2ാമത്തെ വർഷമാണ്. ഏതിനാണ് ഞാൻ പഠിക്കുന്നത് പറയുന്നില്ല. ഞാൻ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണ്. പക്ഷേ അയാൾ എൻ്റെ പ്രൊഫഷനല്ല, അയാളൊരു വേറൊരു പ്രൊഫഷനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയൊരു ജോലിയുണ്ട്, മിക്കവാറും നല്ലൊരു ജോലിയിലേക്ക് മാറും. ദുബായിലല്ല, ഇപ്പോൾ ഞാൻ പുറത്താണ്. ഞാൻ എൻ്റെ പാരൻസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവൻ ദുബായിലാണെങ്കിൽ ദുബായിലേക്ക് നീ പോയി അവിടെ നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ നിനക്ക് പറ്റുമോ, ഒരു ജോബ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ലെവലിൽ എത്തിയാൽ മാത്രം നീ അതുമായിട്ട് മുമ്പോട്ട് പോയാൽ മതി. അതല്ലെങ്കിൽ എന്തെങ്കിലും നിന്നെ അവൻ ഉപേക്ഷിച്ച് പോയി ഏതെങ്കിലും രീതിയിൽ നിനക്കൊരു സെറ്റ് ബാക്ക് വന്നാൽ നീ നിൻ്റെ ജീവൻ തകരും. ആ പാരൻസ് എനിക്ക് തന്ന ടാസ്ക് എന്താണെന്ന് പറഞ്ഞാൽ, അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നീ ആലോചിച്ചിട്ട് പറയൂ, അതിനുശേഷം നിനക്ക് ഇതുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ എന്നോട് ചോദിച്ചു, സാർ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ആണ് സാറിനെ കുറിച്ച് അറിഞ്ഞത്. ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഇടയ്ക്ക്, അങ്ങനെയാണ് പറഞ്ഞ് കണക്റ്റ് ആയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ വളരെ സിമ്പിളാണ് ഈ വിഷയം. ഒന്ന് ആദ്യം ചെയ്യേണ്ടത് നീ പാരൻസിനെയും അതുപോലെ തന്നെ ഈ പയ്യനെയും നീ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ മുമ്പ് നീ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പം നിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായമാണ്, ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് പോകാനുണ്ട്. ആദ്യം നിന്നെ മനസ്സിലാക്കി നീ ഇൻഡിപെൻഡൻ്റായി നിൽക്കാനും നീ സ്വന്തമായിട്ട് നിൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയാനുള്ള ശ്രമം ആദ്യം നടത്തുക. ഇനി നീ ഇപ്പോൾ ഒരു പ്രൊഫഷനിലേക്ക് പോയാൽ ആ പ്രൊഫഷനിലേക്ക് പോയി നീ ജോലി ചെയ്ത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ജോലി ചെയ്യുമ്പം ആ ഒരു കോംപ്ലക്സ് പേറി ഇവൻ നിന്ന് കൂട്ട് നിൽക്കുകയാണെങ്കിൽ അവനത് പ്രശ്നമാവും. ഈ കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുക. അവൻ അതൊന്നും പറ്റാത്ത ഒരാളാണെങ്കിൽ പിന്നെ നീ ഇത്രയും പഠിച്ച് നിൻ്റെ പാരൻസ് ഇത്രയും നിന്നെ വലുതാക്കി ഈ സമയം മൊത്തം നീ ചിലവഴിച്ചതെല്ലാം വേസ്റ്റാവും. അതിന് പകരം നീ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ നോക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ് ഞാൻ ഒരാഴ്ചയായിട്ട് നല്ല കരച്ചിലാണ്, എനിക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഞാൻ ആകെ സ്റ്റക്കാണ്. ഞാൻ സ്റ്റക്കാവേണ്ട കാര്യമൊന്നുമില്ല. ഫോർ യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് തിങ് ഇൻ യുവർ വേൾഡ്. നീ ആരും നിനക്കില്ല എന്നുള്ള വിഷയത്തിൽ നീ മുമ്പോട്ട് പോകുക. ആരും തന്നെ കൂടെയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായാൽ നമുക്ക് അന്ന് നമ്മൾ സ്വയം ഉണരണം, സ്വയം ഉയരണം, സ്വയം നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കണ്ടെത്താൻ പറ്റുമോ അതൊക്കെ കണ്ടെത്തണം. എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. നമ്മുടെ വിജയത്തിൽ ആരാണോ നമ്മളെ കൂടെ ഉണ്ടാവുന്നത്, നമ്മളെ പരാജയത്തിലോ നമ്മൾ താഴെ വീഴുമ്പോഴോ ചിലപ്പോഴൊക്കെ നമ്മളെ സ്വാഭാവികമായിട്ടും മാനുഷികമായ പരിഗണനയിൽ നമ്മൾ ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഹൈയിലേക്ക് പോകുമ്പോൾ നമ്മളുടെ കൂടെയുള്ളവർ പോലും അസൂയാലുക്കളായി മാറുമ്പോഴാണ് അവിടെ ചാലഞ്ച് വരുന്നത്. അപ്പോഴാണ് കോംപ്ലക്സ് വരുന്നത്, പോസസീവ്നെസ് വരുന്നത്. എനിക്കിപ്പോൾ എന്നെ നോക്കാൻ സമയമില്ല, നീ ഇപ്പം ഞാൻ ചെയ്യുന്ന മെസ്സേജിനൊന്നും മറുപടി ആക്കുന്നില്ല, നീ അങ്ങനെയാണ് നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവനോ അവളോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ അവിടെ മനസ്സിലാക്കിക്കൊള്ളുക, ദേ ആർ നോട്ട് ഇൻ ലവ് വിത്ത് യു. നിങ്ങളുടെ കാര്യത്തിൽ അവർ പൊസസീവ് മാത്രമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടി എന്നോട് സത്യത്തിൽ പറഞ്ഞത്, സർ ഐ എം സോ റിലാക്സ്ഡ്. ഞാൻ പറഞ്ഞു, കുട്ടി ഇനി 24 മണിക്കൂറും മൊബൈലിൽ കണക്ട് ചെയ്ത് നിൻ്റെ ലൈഫ് കളയരുത്. രാവിലെ ക്ലാസ്സിൽ കയറുക, അവിടെ നീ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ഏറ്റവും നന്നായിട്ട് ഷൈൻ ചെയ്യുക. യു ഹാവ് സെൽഫ് എസ്റ്റീം. You love yourself, everyone will love you. You respect yourself, everyone will respect you. The moment you don't respect, you live for others, a moment will come when they will ditch you. ആ സമയത്ത് മനസ്സിലാവും ഇത്രയും കാലം ഞാൻ എൻ്റെ ലൈഫ് വേസ്റ്റ് ആക്കി എന്ന് മനസ്സിലാവും. അതിന് നിൽക്കരുത്. അതിനൊരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുള്ളത് കൊണ്ടാണ് പറയുന്നത്. പലരും നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും, നമുക്കത് മനസ്സിലാക്കാവുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ വിഷയത്തിൽ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, സെൽഫ് എസ്റ്റീംഡ് ആയിട്ടിരിക്കുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഫോർ എനിവൺ. യു സ്പെൻഡ് യുവർ ടൈം ഫോർ യുവർ സെൽഫ്. അതെല്ലാം കഴിഞ്ഞ് നിൻ്റെ സമയത്തിന് അവന് നിന്നോട് മെസ്സേജ് ചെയ്യാനോ സംസാരിക്കാനോ താല്പര്യമുള്ളവർ മതി നമ്മുടെ ലൈഫിൽ. അല്ലാണ്ട് അവർക്ക് വേണ്ടി ലൈഫ് കളയുന്ന രീതിയിൽ അവൻ്റെ കാര്യം നീ റെസ്പെക്റ്റ് ചെയ്യുക, നിൻ്റെ കാര്യം അവൻ റെസ്പെക്റ്റ് ചെയ്യുക. പരസ്പരം റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ലൈഫ് നിനക്ക് എപ്പോഴും ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, സർ ഐ ആം സോ ബ്ലെസ്ഡ്, ഐ ആം സോ ഹാപ്പി നൗ, ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദീസ് തിങ്സ് ആൻഡ് വെൻ ഐ ആം ഫിനിഷിംഗ് മൈ studies, when I am coming to Dubai, please help me to find a job എന്നും പറഞ്ഞിട്ടാണ് കൺവെർസേഷൻ നിർത്തിയത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് തന്നെയാണ്, അവരവരുടെ കാര്യത്തിൽ അവരവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ നാളെ ആരെങ്കിലും നമ്മളെ ഒന്ന് കുഴി ചാടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ഇത്രയും നാൾ ജീവിച്ചു, അവരായിരുന്നു എൻ്റെ ഏറ്റവും വലുത്, അവനായിരുന്നു ഏറ്റവും വലിയ ആൾ, അവളായിരുന്നു ഏറ്റവും വലിയ ആൾ, എൻ്റെ ലൈഫ് മൊത്തം അവന് വേണ്ടിയാക്കി എന്ന് കരഞ്ഞുകൊണ്ടിരുന്നതൊന്നും യാതൊരു കാര്യമില്ല. Live for yourself, love yourself. The whole world will love you. Munir Al Wafa with love.